മാത്യൂസ് ഫാമിലി വ്ലോഗ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് പോകുന്നത്. നമ്മൾ മറ്റെവിടേക്കുമല്ല, നമ്മൾ വെള്ളച്ചാട്ടത്തിൽ പോവാണ്. അപ്പം നമുക്ക് വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ട് കാണാം ഗൈസ്. അത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് സസ്പെൻസ് ആണ്, നിങ്ങൾ കണ്ടറിയുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇവിടെ? ഒന്നും പറയുന്നില്ലല്ലോ, പറയുന്നെങ്കിലും. നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയിട്ട് എല്ലാ വിശേഷങ്ങളും കാണിച്ചു തരാം. വിശദമായിട്ട് എല്ലാം പറയുന്നതായിരിക്കും. അതെ, വിശദമായിട്ട് നമ്മളെല്ലാം പറയുന്നതായിരിക്കും. ഈ കാഴ്ച പോകുമ്പത്തെ കാഴ്ച ഇത്രയും മനോഹരമാണെങ്കിൽ അവിടെ എത്തിയാൽ എന്തായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക. ഓർത്ത് നോക്കാൻ തന്നെ അവർ കണ്ടിട്ടു. ആലോചിച്ച് നോക്കുക. മൊത്തത്തിൽ നനയാൻ ചാൻസ് ഉണ്ട് ഇല്ലടി അമ്മണിയെ? മൊത്തത്തിൽ നനയാൻ ചാൻസ് ഇല്ലടി. പിന്നെ ജീവിതത്തിൽ ഇതൊക്കെ ഓർമ്മകൾ മാത്രം. ഹെർബൽ ലൈഫ് കഴിച്ച് ശക്തനായ നമ്മുടെ ജെയിംസ് മാഷ് കയറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും ഇതും സാധിക്കുമെന്ന് കളിച്ചു വേണ്ട അല്ലേ?
അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ഏഴരക്കുണ്ട് എന്ന വെള്ളച്ചാട്ടത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ കറക്റ്റ് പറയാനായിട്ട് എനിക്കറിയില്ല, കാരണം ഞാൻ തൃശ്ശൂർക്കാരനാണ്. ഏതാ? കുടിയാൻമല. കുടിയാൻമല എവിടെ പറഞ്ഞ? കുടിയാൻമല. നീ പറഞ്ഞിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ ചെമ്പേരി കുടിയാൻമല ഏഴരക്കുണ്ട്. അതെ, അപ്പോൾ ഏഴരക്കുണ്ടിലാണ് എത്തിയിരിക്കുന്നത്. വാവ്, എന്താ വെള്ളച്ചാട്ടല്ലേ ശരിക്കും, എന്താ രസം. നോക്കി ഇറങ്ങിയില്ലെങ്കിൽ മോന്തൂത്തി വീഴും. ഇപ്പൊ നോക്കി ഇറങ്ങണം. അതെ, പ്രകൃതിയുടെ വരദാനം. വരുന്ന വഴി ഇത്തിരി സാഹസികമാണ്, ഒരു അഡ്വഞ്ചർ ലുക്കാണ്. പക്ഷെ ഇത് കാണാനായിട്ട് വന്നേ പറ്റൂ. നോക്ക് എന്ത് രസമല്ലേ. വാ, ആ ഒഴുകി വരുന്ന ഒഴുക് എന്ത് രസം. ടിൻഡോ തക്കു തക്കു തക്കു. പ്രകൃതിയുടെ ഇത്രയും നാച്ചുറൽ ആയിട്ടുള്ള അത്ഭുതങ്ങൾ കണ്ടില്ലെങ്കിൽ പിന്നെ എന്തിനെ കൊള്ളാം. വാവ്, സൂപ്പർ. ചാടി കുളിക്കാം, സേഫ് ജാക്കറ്റൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, നമുക്ക് അടിച്ചു പൊളിക്കാം. സൂപ്പറാണ് കേട്ടോ, സൂപ്പർ. വാവ്. പെട്ടെന്നെങ്ങാനും മഴ വരികയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കയറി നിൽക്കണമെങ്കിൽ, മഴ കൊള്ളാതെ കയറി നിൽക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് കയറി നിൽക്കേണ്ടത്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. മഴ കൊള്ളാതെ കയറി നിൽക്കണമെങ്കിൽ കയറി നിൽക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മഴയ്ക്കും ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ഓരോ കുണ്ടുകൾക്കാണ് ഏഴരക്കുണ്ട്. ഓ, ഇതിന്റെ മേലെ ഉണ്ടല്ലേ വെള്ളച്ചാട്ടം. ഓ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ, ഏഴരക്കുണ്ട്. ഓക്കെ, താങ്ക് യു ചേട്ടൻ. ചേട്ടൻ്റെ പേര്? പ്രഭാകരൻ ചേട്ടൻ. അടിപൊളി. അപ്പോൾ ഇതിൻ്റെ മേലെ കുണ്ടുകളുണ്ട്. ഓരോ കുണ്ടിന് എണ്ണം വെച്ചിട്ടാണ് ഏഴരക്കുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ആ, കുണ്ട് എന്ന് പറഞ്ഞ കുഴി, അതറിയാടിപ്പാ. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, നമ്മൾ കൂടാതെ കുറേ വിസിറ്റേഴ്സ് വരുന്നുണ്ട്. നല്ല ക്ലൈമറ്റ്, നല്ല മഴക്കോളും നല്ല തണുത്ത കാറ്റും. വാവ്, ഇവിടെ ഇഷ്ടമാണോ? അടിപൊളിയാണോ ഇവിടെ? സൂപ്പറല്ലേ? അടിപൊളി. ചെറുതായി മഴയൊക്കെ പെയ്തു തുടങ്ങി കേട്ടോ. നമ്മുടെ യാത്രക്കിടയിൽ തടസ്സം വീഴ്ത്തുവാനായി മഴകൾ നമ്മളെ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും അതിന് പിടികൊടുക്കൂല. നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ ഒരിക്കലും അതന്നെ. മഴയുടെ ഇരുട്ടും ഇവിടുത്തെ കാടിൻ്റെ ഇരുട്ടും കൂടി ചേർന്നപ്പോൾ എന്ത് വല്ലാണ്ട് ഇരുട്ടായി പോയി. വാ, ഇതൊക്കെ രസകരമായൊരു കാഴ്ചകളാണ് കേട്ടോ സുഹൃത്തുക്കളെ. കണ്ടോ? അതെ അതെ. വാ, ഇതെന്താ രസം. അതെ, പ്രകൃതി രമണീയായിട്ട് ഇടയ്ക്ക് ചേർന്നപ്പോൾ ഉണ്ടായ കാഴ്ചകൾ. വാ, ഈ ചുള്ളിക്കാടുകളുടെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി പോണത് കാണാൻ എന്നാ രസമല്ലേ. വാ, എന്ത് രസം. ശരിക്കും ഇങ്ങനെയൊക്കെ വന്ന് കാണണം. നമ്മുടെ പല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഇത് ഏറ്റവും നല്ല രസമാണ്. നമുക്ക് പിന്നെ എല്ലാവിധ സേഫ്റ്റിക്ക് ഇടവിട്ട് ഓരോ ചേട്ടന്മാരിയ്ക്കുന്നുണ്ട്. ഹായ് ചേട്ടാ, നമസ്കാരം. ആ, എല്ലാം കഴിഞ്ഞ ഇടയിലൊരു തൂക്കുപാലം. വാവ്, അതും മനോഹരം. വിഴാണ്ട് പോയാൽ മതി. ഈശ്വര, നിസാര പാലല്ല, വെറും തൂക്കുപാലം. വാ 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 വാ, ആടി ഉലഞ്ഞു വരുന്നു ഞങ്ങൾ. തൂക്കുപാലത്തിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ. നമ്മുടെ ചങ്കുപ്ര അവിടെ നിൽക്കുന്നുണ്ട് കയറാനായിട്ട്. അയ്യാ, അപ്പോൾ നമ്മൾ കുടുങ്ങിയോ കയറി പോവുകയാണ്.
നല്ല ഉറപ്പുള്ള പാല കയറാം. ടെസ്റ്റ് കഴിഞ്ഞതാ. നിങ്ങൾ വരുന്നുണ്ട് തടിയന്മാര്, അതുകൊണ്ട് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ആ ശരി. വഴികൾ വളരെ സാഹസികവും കഠിനവും നിറഞ്ഞ വഴികളിലൂടെയാണ് ആൾക്കാർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തമ്പു തമ്പു സൂപ്പറാണോടാ? അതിമനോഹരം. ഇവിടെ എവിടെയെങ്കിലും കുളിക്കാൻ പറ്റുമെങ്കിൽ കുളിച്ചിട്ട് പോകണമെന്നുണ്ടായിരുന്നു. നമസ്കാരം. ചേച്ചിയുടെ പേരെന്തായിരുന്നു? കോമളച്ചുണ്ട്. എങ്ങനെയുണ്ട് ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളുടെ ബിഹേവ് ചെയ്യുന്ന എങ്ങനെയുണ്ട്? നല്ല പെരുമാറ്റമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന കുപ്പി, പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ശേഖരിച്ച് നമ്മൾ കുപ്പിയിലും ഇതിലൊക്കെ ആക്കി വെക്കാറുണ്ട് അല്ലേ? ലേഡീസ് കാര്യങ്ങളൊക്കെ ഇതൊന്നും നമുക്ക് എപ്പോഴും സേഫ്റ്റിയാണോ? ആണോ? നിങ്ങളിപ്പോഴുള്ള ചെയ്യാറുണ്ട്. എത്ര ലേഡീസ് സ്റ്റാഫുണ്ട് ഇവിടെ? അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഡ്രസ്സ് മാറാനും കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടെ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. അപ്പം ഞങ്ങൾ കണ്ടെടുത്തോളം എന്താ വെച്ചാൽ നല്ല സൂപ്പറാണ്. അങ്ങനത്തെ ഒന്നും പറയാനില്ല. ഓക്കെ. അതിൻ്റെ ഒരു വലിയൊരു പങ്ക് ഇവർക്കാണ്. അതെ, ഇവരെ നിയന്ത്രണമില്ലെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇവര് സെക്യൂരിറ്റീസാണ് മൊത്തം അത് കൈകാര്യം. പേരെന്നാ പറഞ്ഞു ചോദിച്ചാ? കോമള ചന്ദ്രൻ. സൂപ്പർ. ഓക്കെ. മരപ്പാലം, തൂക്കുപാലം, പാലങ്ങളുടെ 5 കളിയിടയിൽ ഇടയിൽ അതിശക്തമായ മഴയിൽ 2 പേരും നനഞ്ഞുകൊണ്ട് മുന്നേറി വരികയാണ്. ആരാണ് ഫസ്റ്റ് എന്നറിയാതെ 2 പേരും മത്സരിക്കുകയാണ്. കാവ്യമുണ്ട് തൽക്കാലം ഫസ്റ്റിൽ, വെള്ളമുണ്ട് പിറകിൽ, തൊട്ട് പിന്നാലെ 2ഉം. ഈ മഴയത്തും ഒരിക്കലും ഞങ്ങൾ കൈവിടാതെ ഞങ്ങളുടെ വ്ളോഗുമായി ഞങ്ങൾ മുന്നോട്ട്. ജനങ്ങളെ, കാണുന്ന ജനങ്ങളെ ഒരിക്കലും മറക്കാതെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. എൻ്റെ ചേട്ടന്മാരെ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. ഈ നിബിഡ വനത്തിലൂടെ മഴ നനഞ്ഞ് ഞങ്ങൾ ചാക്കിറ്റിട്ട് കുളത്തിലേക്ക് കുളിക്കുവാൻ ഇറങ്ങുകയാണ്. ഒരു തിരുത്ത്, കുളമല്ല, വെള്ളച്ചാട്ടം. വെള്ളം ഒന്ന് ചാട്ടം കണ്ട. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് ജാക്കറ്റ് കിട്ടും. ജാക്കറ്റ് ഇട്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. പക്ഷെ വെള്ളം കലങ്ങുകയാണെങ്കിൽ അവർ സമ്മതിക്കില്ല. വെള്ളം കലങ്ങുകയാണെങ്കിൽ അവർ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴത്തെയും പോലെ ചാടി കളിക്കാം. അപ്പോൾ ഞങ്ങൾ ജാക്കറ്റ് ഇട്ട് ചാടി കുളിക്കാൻ പോകാൻ കേട്ടോ. ഓക്കെ ആണോ കുടു? ജാക്കറ്റ് ഇടാനുള്ള ആളുണ്ടോ ചേച്ചി? എന്നാലും നമ്മളൊരു സേഫ്റ്റിക്കല്ല. ഓക്കെ. ഫുൾ കരുതലുകളാണ്. നീന്താ അറിഞ്ഞാലും അറിഞ്ഞില്ലേ നീ ജാക്കറ്റ് ഇട്ടോ? ആയിക്കോട്ടെ. അപ്പൊ ആദ്യത്തെ സാഹസികർ നമുക്ക് വേണ്ടി വെള്ളത്തിലേക്ക് ചാടുകയാണ്. എല്ലാവരും കണ്ട് കൈയടിക്കുക. ഞാൻ മാത്രമേ ഉള്ളൂ, സ്വന്തം കൈയടിക്കുക. ഏയ്, പുലിക്കുട്ടികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നീന്തൽ അറിയത്തില്ലാത്ത ആളാണ് ഞാനാണ് ആദ്യം പോകുന്നത്. അതെ. തക്ക് ഇങ്ങോട്ട് അപ്പ ഇറങ്ങുമ്പോ കൂടെ ഇറങ്ങാം. നീ പിടിക്കണോട്ടോ. ആ ചെരുപ്പ് ഊരി വെച്ചവന്. പിന്തു എന്ത് വരുന്നില്ലേ? പിന്തു ഇറങ്ങുന്നുണ്ടോ വെള്ളത്തില്?
ഇറങ്ങിക്കോ. This is one of the life with part of the history. കാണികളുടെ കാഴ്ചക്ക് ഞങ്ങൾ നീന്തൽ അറിയുന്ന ആൾക്കാരാണ് ആദ്യം പോകുന്നത്. ചേച്ചിക്ക് നീന്തൽ അറിയാൻ കയറ്റുണ്ട്. എടി നീ എവിടെ പോണേ? നീ ഇറങ്ങാനാണോ? അപ്പൊ താരെ പിടിക്കാ. അതിവിടെ കുത്തി വെക്കാല്ലേ? നീ ഇറങ്ങുന്നുണ്ടെങ്കിൽ ജാക്കറ്റ് ഇട്ടോ. ഈ തോർത്തൊക്കെ ഇട്ട് എങ്ങനെ പോണേ കുളക്കളയിൽ? ആ പോവില്ല, ഇവിടെ തട്ടി തടഞ്ഞേക്കും. ശക്തമായിട്ട് വെള്ളം ഒഴുകി വരും അവിടെ നിന്ന് ചേച്ചി. നന്നായിട്ട് ഒഴുകി വരൂല്ലേ? അത് നിങ്ങൾക്ക് അവിടെ തന്നെ അറിയപ്പെടും. ശരിക്കും ഈ സ്ഥലത്തിന്റെ പേരെന്ന് ഏഴരക്കുണ്ട്. അത് എങ്ങനെ എത്തിപ്പെടാ കണ്ണൂർ വന്നു കഴിഞ്ഞാല്? ആ മയില്. ആ ഓക്കെ. കാരണം ശരിക്കും ഞാൻ തൃശ്ശൂരാണ്. സംസാരത്തിൽ മനസ്സിലാവുന്നുണ്ടോ? ആ നല്ലൊരു മഴയ്ക്ക് ചാൻസ് ഉണ്ട്. അമ്മേ വാടി പോവാ. അമ്മിണിക്ക് കുളിച്ചനാ? അമ്മിനിയാ കുളിച്ചനാ? അമ്മിനിക്ക് കുളിച്ചനാടി? കുളിച്ചനാ? അവിടെ തമ്പുചാട്ടൻ കുളിച്ചു. അല്ല പറഞ്ഞൊരു ചാക്കോച്ചി മിസ്സിങ് ആണല്ലോ. ചാക്കോച്ചി എടുക്കണം. ആ ഇറങ്ങണില്ല. ഒരു ജാക്കറ്റ് ഇട്ട് അവനെ ഇറക്കണോ ഇനി? അവൻ നിൽക്കില്ലെന്നേ അല്ലാതെ. അയ്യോ അപ്പച്ചൻ പോയി. മതി പോകാ. സമയം എവിടെയായി? എത്രയായി സമയം? അപ്പോൾ ഞങ്ങളുടെ ചെറിയ രീതിയിലെ കുളിയും സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് കയറുകയാണ്. കാരണം വലിയൊരു മഴയും കൂടിയും വരുന്നുണ്ട്. ആ മഴയും കൂടിയും കൊള്ളാനുള്ള ശേഷിയില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇനി വീട് പിടിക്കണം. അപ്പോൾ ഇത് അത്ഭുതം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളും കണ്ടല്ലോ. അപ്പോൾ കൂടുതലൊന്നും പറയില്ല. വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. നോക്കണ്ട വിട്ടോ മറ്റേ അട്ടയാ നീ